പരദൂഷണം എന്ന ക്രൂര വിനോദം. 101 സങ്കീർത്തനം 1 മുതൽ 8 വരെ. ധ്യാനത്തിനായിട്ട് 7-ാം വാക്യം. വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കയില്ല, ഭോഷ്ക് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ല. പുത്തൻ ബംഗ്ലാവിലെ പുതിയ താമസക്കാരെ പറ്റിയായിരുന്നു ആ വീട്ടമ്മമാർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ സംഭാഷണം ആരംഭിച്ചത്. അറിഞ്ഞില്ലേ, അവിടെ വേലയ്ക്ക് നിന്നിരുന്ന നാണിപ്പെണ്ണിനെ കാണാനില്ലെന്ന്. ആളുകൾ പലതും പറയുന്നുണ്ട്. ഇങ്ങനെ അവരിൽ ഒരാൾ അയൽക്കാരെ പറ്റിയുള്ള ദുഷ്പ്രവാദത്തിന് വഴിമരുന്നിട്ട് കൊടുക്കും. സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ വാ തോരാതെ സംസാരിക്കുവാനുള്ള നിരവധി വിഷയങ്ങൾ കാണും. അവയിലധികമൊങ്കും അന്യരെ പറ്റിയുള്ള കുറ്റവും ഏഷണിയുമായിരിക്കുമെന്ന് പുരുഷന്മാർ പറയാറുണ്ട്. ഏഷണി പറയുക സ്ത്രീകളുടെ സ്വഭാവമാണെന്ന് പറയുന്നത് ശരിയായാലും തെറ്റായാലും സ്ത്രീകളുടെ മാത്രം സ്വഭാവമല്ല അത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും അവ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു പരത്താനുമുള്ള വ്യഗ്രത മനുഷ്യൻ്റെ കൂടപ്പിറപ്പായ സ്വഭാവങ്ങളിൽ ഒന്നാണ്. ഏത് പാർട്ടി ഭരിച്ചാൽ എന്താ, അവരവരുടെ കീശ വീർപ്പിക്കണം എന്നല്ലാതെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആർക്കാണ് താല്പര്യം? ഇങ്ങനെ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന അഴിമതി, വെട്ടിപ്പുകൾ, തട്ടിപ്പുകൾ മുതലായവയെപ്പറ്റി കണ്ടതും കേട്ടതുമെല്ലാം അന്യോന്യം പറയുക സർവ്വസാധാരണമാണ്. മറ്റു ചിലർക്ക് സമുദായ രംഗത്തെ കുറ്റങ്ങളും കുറവുകളും എണ്ണി എണ്ണി പറയുന്നതിലായിരിക്കും രസം. മത സൗഹാർദ്ദത്തെ ഉലയ്ക്കുന്നതും വാശിയും വൈരാഗ്യവും വളർത്തുന്നതുമായ കാര്യങ്ങളായിരിക്കും ഇത്തരം സംഭാഷണങ്ങളിൽ മുഴച്ചു നിൽക്കുന്നത്. മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുക ചിലരുടെ ക്രൂര വിനോദമാണ്. അവർ പറയുന്ന പല കഥകളും കാക്കയെ ഛർദ്ദിച്ചു എന്ന് പറയുന്ന പോലെയായിരിക്കും. എതിരാളികളുടെ നേർക്ക് ചളിവാരി എറിയാനും വിമർശന ശരങ്ങൾ തൊടുത്തുവിടാനും കിട്ടുന്ന അവസരങ്ങൾ ഒന്നും അവർ പാഴാക്കാറില്ല. തങ്ങൾ തികച്ചും കുറ്റമറ്റവരാണെന്ന ഭാവേനയാണ് പലരും അന്യരെ കുറ്റം പറയാറുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. അപ്പോൾ മറ്റാരും കാണാത്ത അസംഖ്യം കുറ്റങ്ങളും ദൗർബല്യങ്ങളും നിങ്ങളിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യമാകും. നിങ്ങളിൽ കുറ്റമില്ലാത്തവൻ അപരനെ കല്ലെറിയട്ടെ. നിങ്ങളുടെ കണ്ണിൽ തടിയിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുവാൻ എന്തിന് പണിപ്പെടുന്നു? പരദൂഷണ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ചില സംഗതികൾ അലൻ പീറ്റേഴ്സൺ ചൂണ്ടിക്കാണിക്കുന്നു. ഗല്ലോവെ എന്ന മഹാൻ്റെ വാക്കുകളാണ് പീറ്റേഴ്സൺ ഇവിടെ ഉദ്ധരിക്കുന്നത്. ശ്രദ്ധിക്കൂ. കുറ്റം ആരെപ്പറ്റി പറയുന്നുവോ അയാളേക്കാൾ അധികം ക്ഷതമേൽപ്പിക്കുന്നത് കുറ്റം പറയുന്ന ആളിനാണ്. കുറ്റം പറയുന്നതുകൊണ്ട് മുറിവ് കരിയുകയില്ല, അത് ക്ഷതം ഏൽപ്പിക്കുകയേ ഉള്ളൂ. പരസ്പര ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ അത് ഒരിക്കലും സഹായിക്കുകയില്ല. ബന്ധങ്ങൾ അറ്റുപോകാനേ അത് ഉപകരിക്കൂ. അതൊരിക്കലും യോജിപ്പിക്കുകയില്ല, ബന്ധം നാട്ടി ഉറപ്പിക്കുകയുമില്ല. അതെപ്പോഴും മനുഷ്യബന്ധങ്ങളെ വിച്ഛേദിക്കുകയും വലിച്ചു കീറുകയും മാത്രമേ ചെയ്യൂ. അതൊരിക്കലും ഒരു പ്രശ്നം പരിഹരിക്കുകയില്ല, പ്രത്യുത പ്രശ്നം സങ്കീർണമാക്കുകയേ ഉള്ളൂ. മറ്റൊരുവിനെ നാം കുറ്റം പറയുമ്പോൾ ഈ വാക്കുകൾ നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ഓർക്കണമേ, സാമാന്യ ബുദ്ധി ഒരു അസാമാന്യ വസ്തുവാണ്. സദൃശവാക്യങ്ങൾ 10:21. നീതിമാൻ്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.